26 പേരുടെ ജീവൻ ചീന്തിയെറിഞ്ഞപ്പോൾ ഇന്ത്യയുടെ നെഞ്ചിൽ തറച്ചമുള്ള പാകിസ്ഥാന്റെ ചോര കൊണ്ട് വലിച്ചൂരുമെന്ന ദൃഢപ്രതിജ്ഞയിലാണ് ഇന്ത്യൻ സൈന്യം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഇന്ത്യ പേരിട്ടപ്പോൾ ബുര്യാൻ ഉൽ മസൂർ എന്ന് പേരിട്ട് പാകിസ്ഥാൻ സൈനിക നീക്കവും ആരംഭിച്ചു. തകർക്കാനാകാത്ത മതിൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇന്ത്യക്കെതിരെ സൈനിക നടപടി പ്രഖ്യാപിച്ച പാകിസ്ഥാൻ സർക്കാരിന് പക്ഷേ തെറ്റി. അവരുടെ ഏത് പ്രകോപനങ്ങൾക്കും നമ്മൾ തിരിച്ചടി കൊടുത്തിരിക്കും. പാകിസ്ഥാൻ ദുഷ്ടപ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നാൽ ഉറപ്പായും ഇന്ത്യ യുദ്ധം പ്രഖ്യാപിക്കാൻ നിർബന്ധിതരാകും. യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ നിശേഷം ഇല്ലാതാകും. അതായത് പാകിസ്ഥാൻ കഷ്ണങ്ങളായി വിഭജിക്കപ്പെടും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ മുൻ സൈനികരും പ്രതിരോധ വിദഗ്ധരും അയൽ രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്ലാമാബാദിന്റെ ഭാഗത്തു നിന്നുള്ള സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നത് പാകിസ്ഥാൻ വിഭജനം ഉൾപ്പെടെയുള്ള വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് പ്രമുഖ പ്രതിരോധ വിദഗ്ധൻ സഞ്ജീവ് ശ്രീവാസ്തവയും വിമുക്ത ഭടന്മാരും ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഒരു പ്രഖ്യാപിത യുദ്ധം ആരംഭിച്ചാൽ അത് പാകിസ്ഥാന്റെ ശിഥിലീകരണത്തിലേക്ക് നയിച്ചേക്കാം. പാകിസ്ഥാനിലെ ആഭ്യന്തര സ്ഥിതി ഇതിനകം തന്നെ മോശമാണ്. ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ, ഗിൽഗിറ്റ് ബൾട്ടിസ്ഥാൻ എന്നിവിടങ്ങളിൽ സ്വാതന്ത്ര്യത്തിനായുള്ള ആവശ്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ. ഉള്ളത് പറഞ്ഞാൽ പാകിസ്ഥാൻ രാഷ്ട്രീയമായി അസ്ഥിരവും സാമ്പത്തികമായി പാപ്പരുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് അതിന്റെ പൂർണ്ണമായ നാശത്തിനും നിലനിൽപ്പിനും കാരണമാകുമെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. സഞ്ജീവ് ശ്രീവാസ്തവയും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, വ്യോമാക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ നടപടികൾക്ക് ഇന്ത്യ ഉചിതമായ മറുപടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതി പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന്റെ വക്കിലാണെന്ന് തന്നെ പറയാം. പാകിസ്ഥാൻ അതിന്റെ ദുഷ്ടപ്രവർത്തനങ്ങൾ തുടർന്നാൽ ഇന്ത്യ യുദ്ധം പ്രഖ്യാപിക്കാൻ നിർബന്ധിതരാകും. S-400 പോലുള്ള മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ വിജയകരമായി ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ വ്യോമാക്രമണങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ പ്രതികാര ആക്രമണത്തിൽ പാകിസ്ഥാനിനുള്ളിലെ ചൈനീസ് നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളും തകർന്നു എന്ന് പറയാം. വിരമിച്ച ബ്രിഗേഡിയർ വിജയ് സാഗർ ദിമാനും ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. പാകിസ്ഥാൻ തുടർച്ചയായി 2 രാത്രികൾ ആക്രമണം നടത്തിയതിനാൽ കഴിഞ്ഞ രാത്രി ജമ്മു, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവയെ പോലും ലക്ഷ്യമിട്ട് 3 വശങ്ങളിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിയതിനാൽ ഇന്ത്യ ഇപ്പോൾ വേഗത്തിൽ പ്രതികരിക്കുമെന്നാണ് പോസ്റ്റ്. അടുത്തിടെ നടന്ന ആക്രമണത്തിൽ 50-ലധികം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ തയ്യാറെടുപ്പിനെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ പാകിസ്ഥാന്റെ തുടർച്ചയായ ആക്രമണത്തെയും എടുത്തു കാണിക്കുന്നുണ്ട് ഇവിടെ. എന്നാൽ എല്ലാ മേഖലകളിലും പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ. മുസാഫർബാദ് മുതൽ ബൽറാവർപൂർ വരെയുള്ള 1000 കിലോമീറ്ററിലധികം വിസ്തൃതിയിലുള്ള 9 പ്രധാന സ്ഥലങ്ങൾ ഇന്ത്യ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നാണ് വിവരം. പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ വ്യോമാക്രമണം ഇന്ത്യ അഴിച്ചുവിട്ടിട്ടുണ്ട്. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി, പെർവാർ എന്നിവിടങ്ങളിലാണ് ഇന്ത്യ മിസൈൽ വർഷിച്ചത്. നാവികസേനയുടെ INS വിക്രാന്തും രാത്രിയോടെ തിരിച്ചടിയിൽ പങ്കാളിയായി. ഇതും നമുക്ക് അഭിമാനമാണ്. പാക് ഭീകരവാദ താവളങ്ങൾ തകർത്ത സിന്ദൂർ ഓപ്പറേഷന്റെ തുടർച്ചയായി പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിനുള്ള തിരിച്ചടിയായാണ് ഇന്ത്യയുടെ പ്രഹരം. ഇതോടെ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെല്ലാം ഇരുട്ടിലായി. ഇനി പൂർണ്ണമായും പാകിസ്ഥാൻ ഇല്ലാതാകുന്ന കാഴ്ചയാകും നമ്മൾ കാണേണ്ടത്.